നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകാറുണ്ടല്ലോ, വിദേശത്തൊക്കെ അല്ലേ? കാരണം ഏറ്റവും കൂടുതൽ അബദ്ധം വരാനും സാധ്യതയൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അല്ലേ? ഒരിടയ്ക്ക് ഒരു പുറത്ത് രാജ്യത്ത് പോയി, ഗൾഫ് നാട്, ഒരുപാട് സ്ഥലത്ത് ഗൾഫാണ് തോന്നുന്നു. അപ്പൊ ഇതുപോലെ പൈസ പറഞ്ഞാ പോയത്. പൈസ എന്തായാലും സാറ് പറഞ്ഞിട്ടുണ്ട്, കവല സാറ്, ഇത് ഫീസില്ല കളരിയാണ്, ഇവിടുന്ന് പഠിച്ച് പുറത്തിറക്കി കഴിഞ്ഞാൽ പൈസ വാങ്ങിച്ചോണം, കൃത്യമായിട്ട് വാങ്ങിച്ചോണം. പണി പഠിക്കാൻ ഈ കളരി സൂപ്പറാണ്, പഠിച്ചു കഴിഞ്ഞാൽ കാശ് പുറത്ത് വാങ്ങിച്ചോണം അല്ലേ? അപ്പൊ നമ്മളെ ഷോയിലേക്ക് വന്നാൽ ഷോ പറഞ്ഞപ്പോ ഇവിടുന്ന് പറഞ്ഞാ പോയത്, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കാശ് കൈ തരും എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, പലപ്പോഴും മുൻ പരിചയോടെ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് സൂക്ഷിക്കണം. കാരണം നമുക്ക് ഇന്ന് കണ്ട് നാളെ കാണാത്തവരാണ്, പിന്നെ നാളെ കാണേണ്ടവർ, പിന്നെ നല്ല രീതിയിൽ ഡീൽ ചെയ്യും. പക്ഷെ ചെന്നപ്പോ പുള്ളി നിന്ന് കളിക്കുക, അത് തരാം. ഞാൻ പറഞ്ഞു കയറാം, തരാന്ന് പറഞ്ഞാൽ കേറാന്ന് പറയാം. തന്നപ്പോ കേറും, തരാം, ഞാൻ കേറാം, അടുത്ത് കേറണേ. എന്നിട്ട് പുള്ളി ഭയങ്കര അതുവഴി പോയിട്ട് ഇതുവഴി ബിജു അടുത്തല്ലേ, ഞാൻ പറയാം കേറാമേ എന്ന് ഞാനും പറയാം. ഇത് പുള്ളിക്ക് പ്രശ്നമായി. നിഷ പറഞ്ഞു എന്ത് പറ്റി, അത് കളക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി കിട്ടത്തില്ല. പിന്നെ പറഞ്ഞു ബാങ്കിലാണെന്ന് പറഞ്ഞു. നിഷ പറഞ്ഞു ATM ഇല്ലേ അല്ലേ, ATM ഇല്ലേ? പുള്ളി പറഞ്ഞ് കയ്യില് ക്യാഷ് ഒന്നും ഇല്ല, എല്ലാം ബാങ്കിൽ കിടക്കുകയാണ്, എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങക്ക് ATM കാർഡ് ഇല്ലേ? ഉണ്ട്. അപ്പൊ എടുത്താ പോരെ? അത് നമുക്ക് ഇന്ത്യയിൽ എടുക്കാൻ പറ്റില്ല, ഇവിടെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ പല അവസാനം പൈസ എത്തിച്ചു. പൈസ ഞാൻ വാങ്ങി, എല്ലാവർക്കും പൈസ കിട്ടിയതിന് ശേഷം ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞതിന് ശേഷം പുള്ളി ഇറങ്ങിയപ്പോൾ നിഷ വിളിച്ചു പറഞ്ഞു, ആ ബിജു സോപാനം പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് വ്യക്തമായില്ല, പുള്ളി മദ്യപിച്ചു എന്ന് തോന്നുന്നു, പ്രശ്നമാണ് പറഞ്ഞു. മദ്യപിച്ചു എന്ന് തോന്നുന്നു, പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. ഇല്ല അല്ല, ഞാൻ ചെന്നു, ഞാൻ പറഞ്ഞ എന്താണ്, അല്ല അതെ നിങ്ങൾ ഇപ്പം സംസാരിച്ചു വന്നു കുഴാന്ന്. ഞാൻ പറഞ്ഞാൽ ശരിയാണ്, സംസാരിച്ച മൊത്തം കുഴായി, ഒട്ടും കേൾക്കാൻ പറ്റൂല. കാരണം എന്ന് പറഞ്ഞാൽ ഇത് 1 മാസം മുമ്പ് കറക്റ്റ് സ്റ്റുഡിയോ ടപ്പ് ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഞാൻ ചുണ്ടനക്കിയതേ ഉള്ളൂ. ഈ സ്കിറ്റൊക്കെ നേരത്തെ ഇതിന്റെ സംഭവം എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് പുള്ളിക്ക് അറിയത്തില്ല. പുള്ളിക്ക് എന്തെങ്കിലും ഒന്ന് പറയണം, അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു അനുഭവം. കാരണം നമ്മള് സ്നേഹമാണ് എല്ലാവർക്കും, നമ്മളെ കളി പഠിപ്പിച്ചല്ലേ, സ്നേഹമാണ്. പക്ഷെ സംഭവം ഇതാ, അങ്ങനെ അബദ്ധങ്ങളും ഒക്കെ പറ്റിയിട്ടുണ്ട് ഒരുപാട്. നമ്മളെല്ലാം അഭിനയിച്ചല്ലേ ലോനപ്പന്റെ മാമോദിസ ആ ചിത്രത്തിലല്ലേ അല്ലേ? അപ്പൊ അതിലാണല്ലോ നിഷ മരത്തിന്റെ മണ്ടലോട്ട് മറിഞ്ഞ് താഴെ വീണില്ലയോ? അത് അതിനകത്ത് വീഴുന്ന തന്നെയാണ്. അത് ഒറിജിനൽ വീണോ? അല്ല, ഒറിജിനൽ എന്ന് വെച്ചാൽ അത് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ വീഴുമ്പോ അവര് ഇങ്ങനെ തൂങ്ങിക്കിടക്കും, അതായത് ഇങ്ങനെ നമ്മൾ ഉടക്കി കിടക്കുമല്ലോ, ഉടക്കി കിടക്കണം. എന്നിട്ട് അവര് അതന്നെ അവര് വേറൊരു കമ്പ് ഇങ്ങനെ ഉണ്ട്, അതിങ്ങനെ ഉടക്കി കിടക്കണം, തൂങ്ങി കിടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ. എന്നിട്ട് പിന്നെയാണ് താഴോട്ട് വരണ്ടേ. പക്ഷെ ഞാൻ അവിടുന്ന് വിട്ടതേ ഓർമ്മയുള്ളൂ, താഴെ വന്ന് കിടന്ന്. വലിയ ഉയരമുള്ള മരമായിരുന്നു, ഭയങ്കര ഹൈറ്റ് ആയിരുന്നല്ലോ. റോപ്പിട്ടിട്ടുണ്ട്, നമുക്കുള്ളിൽ റോപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് പോകുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ, താഴെ ഞാൻ പിന്നെ നിൽക്കണേ നോക്കി ഒരു ജസ്റ്റ് മിസ്സിംഗ് ആയിരുന്നു. ആ പാറയുടെ തൊട്ട് മതിലുണ്ടായിരുന്നു, മതിലിന്റെ ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ആയിട്ട് അവരിങ്ങനെ കറക്റ്റ് ആ റോപ്പ് അവര് പിടിച്ചു, കറക്റ്റ് ആയിട്ട് പിടിച്ചു. ഒറ്റ പോക്ക് ഇവിടെ വന്ന് ഇങ്ങനെ പിന്നെ നടുവൊടിക്കുന്നതായിട്ടാണ് പിന്നെ ബാലൻസ് പിന്നെ സീൻ കാണിക്കേണ്ടത്. നമ്മൾ ഈ ഉപ്പുമുളകിന്റെ ശബ്ദം നമ്മൾ അപ്പൊ തന്നെ എടുക്കാണല്ലോ, അതില് ബാക്കി ശബ്ദങ്ങളൊക്കെ വന്നാലൊക്കെ പ്രശ്നമുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളെ ബാധിക്കാറുണ്ടോ? ഒരുപാട് ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ നമ്മൾ ആദ്യം സാറിന് സീരിയലൊക്കെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഡബ് ചെയ്യുന്നു, അത് കഴിഞ്ഞത് മിക്സ് ചെയ്യുന്നു, അങ്ങനെയൊക്കെയാണ് ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. ഭയങ്കര ഇത് അപ്പൊ തന്നെ എടുക്കുകയാണ് ഇതെല്ലാം എന്നുള്ളത് അല്ലേ? പല കാര്യവും അപ്പൊ സംഭവിക്കുന്ന. അവിടെ നമ്മളിപ്പോ ഒരു സീൻ എടുത്തോണ്ടിരിക്കുകയാണ്, അപ്പൊ ഒരു പാട്ട് കേട്ടു, അപ്പൊ നമ്മൾ അപ്പൊ തന്നെ കട്ട് പറയും. കാരണം തെറ്റിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് തുടങ്ങി കഴിഞ്ഞാൽ പാട്ടിന് 6ാമത്തെ ലൈനായിരിക്കും പിന്നെ നമ്മളെ കൂടെ സിംഗാണ്. അതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ്, കാക്കറിയാൻ പറ്റില്ല. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ കിടന്ന് ഓടി വിട്ടില്ല അവരെ അവൻ എന്തെങ്കിലും വിളിച്ച് പറയും. കാരണം അവിടെ ഒരു വൈകുന്നേരം ഒരു വിട്ടില്ല സൗണ്ട്, അതൊന്നും പാടില്ല, ക്ലിയർ ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു ഹോട്ടലുണ്ട്. നമ്മൾ ഉപ്പുമുളക് എന്ന് തുടങ്ങി അന്ന് പോലെ അവിടെ പണി നടക്കുകയാണ്. താജ്മഹലാണോ നമ്മള് ബംഗാളികളാ പണിയണ അന്യഭാഷ ആൾക്കാരാ. അപ്പൊ അവർക്ക് നമ്മളെ ഭാഷയും പെട്ടെന്ന് അറിയണം. നമ്മളെ നിർത്തണമെന്നൊക്കെ പറഞ്ഞാലും നിർത്ത് ഇത് കഴിഞ്ഞിട്ട് തുടങ്ങാന്നൊക്കെ പറഞ്ഞാൽ അവര് കൂടിപ്പോയവര് അവർക്കും പണി ഇത്ര സമയം തീർക്കണ്ടേ. നമ്മൾ കട്ട് പറയുമ്പോൾ അവർ നിർത്തും, നമ്മൾ ആക്ഷൻ പറയുമ്പോൾ അവർ തുടങ്ങും. ഇതാണ് അവരുടെ പരിപാടി. ഒരു അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു നീ പോയി നോക്കിട്ട് വരാൻ പറഞ്ഞു. വിട്ട് പുള്ളി കാണാനില്ല. ഡയറക്ടർ തിരിച്ചു വന്നില്ല, പിന്നെ അങ്ങോട്ട് പോയതാ. അങ്ങനെ ഞങ്ങള് കുറച്ച് ആൾക്കാർ പോയപ്പോ അവിടെ മുറിയിൽ പൂട്ടിട്ടങ്ങിയ തിരിച്ച് നമുക്കൊരു എപ്പിസോഡായി. കാരണം ഞാൻ അവിടെ ഒരു കഥ ഉണ്ടാക്കി, പിള്ളേർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ പോയിട്ട് വരാന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ പോയിട്ട് പിന്നെ ആദ്യം പറഞ്ഞ എന്റെ ഷർട്ടാണ്. അപ്പൊ കേശു പറയും ഇപ്പൊ നോക്കി അച്ഛന്മാരെല്ലാം അടിച്ച് നിരപ്പാക്കുന്നു. പക്ഷെ ആദ്യം പറഞ്ഞ ഷർട്ട്, പിന്നെ വരുന്ന ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ നേരത്തെ പറഞ്ഞ പോലെ പാറുവിന്റെ കഥ വന്നതുപോലെ ഇത്തരം കഥകൾ ഒരുപാട്
ഉപ്പുമുളക് പെട്ടെന്ന് ആ സ്ഥലത്ത് നിന്നാണ് ഉണ്ടാവാറുണ്ട് നമുക്ക്. എനിക്ക് തോന്നുന്നു ഈ ഉപ്പുമുളകും ഫാമിലി പോലെ ഇത് ഒറിജിനൽ ആണെന്ന് ചോദിച്ചത് ഇപ്പൊ നിങ്ങൾ ഭാര്യയും ഭർത്താവ് പുറത്തിറങ്ങിയാണെന്ന് ആൾക്കാർക്ക് യാതൊരു പ്രശ്നമില്ല. കാര്യം നിങ്ങൾ ഭാര്യയും ഭർത്താവും തന്നെയാണ്, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു ഫാമിലിയാ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഉണ്ടോ? മറ്റേത് എവിടെയെന്ന് ചോദിച്ചു. മറ്റെവിടെ ഞാൻ എന്റെ വൈഫായിട്ട് പോവാണ്. മറ്റേ ആളെവിടെ? അവിടെ പോയി. പിന്നെ ഒരിക്കൽ ഒരാളെ ചോദിച്ചു, മണി 8 ആയില്ല, അവിടെ നിന്ന് ഇവിടെ എങ്ങനെ, ഇവിടെ നിന്ന് അവിടെ എങ്ങനെ? അത്രത്തോളം അത്ര ഇതാണ്. പിന്നെ ബിച്ചേട്ടനോട് ചോദിച്ചു മറ്റേ ആളെവിടെ എന്ന് ചോദിച്ചു. അപ്പൊ ബിച്ചേട്ടൻ പറഞ്ഞ ആരാണ്? ഭാര്യ എവിടെയാ? ഭാര്യ അതല്ല, ഒറിജിനൽ ഭാര്യ എവിടെയാണ്? അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതുപോലെ നിഷ ഒരിക്കൽ മൈക്കും കൊണ്ടുപോയി അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ആ ബാംഗ്ലൂരിൽ പോയിട്ട് വരാന്ന് സ്വർണം വാങ്ങിക്കാൻ പോയാണ് അവിടെ. എന്നിട്ട് വിചാരിച്ച് 10 പേര് അറിയട്ടെന്ന് വിചാരിച്ച് നമ്മളെല്ലാം അറിയില്ല, ഇവിടെ പുള്ളി കേൾക്കുമല്ലോ വിചാരിച്ചിട്ട് മൈക്കും കൊണ്ട് ബാങ്കിൽ പോയി. അതല്ല മൈക്കൂരാൻ മറന്നു സർ. അതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ നമ്മളിപ്പോ പാന്റ് പോക്കറ്റുള്ള ഇതാണെങ്കിൽ ഞാൻ പോക്കറ്റിലിടും. അപ്പൊ നമ്മൾ ഇവിടെ കുത്തിരിക്കണേ നമ്മൾ ഓർക്കും. അത് റിസീവർ ഞാൻ പോക്കറ്റിലിട്ടിട്ട് ഇട്ടിരിക്കും. അപ്പൊ എനിക്ക് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോ ബാഗ് എടുക്കാനുള്ള മടിക്ക് പേഴ്സ് എടുത്ത് ഈ പോക്കറ്റിലിട്ട് അങ്ങനെ അവിടെ ജ്വല്ലറി കയറിയിട്ട് ക്യാഷ് കൊടുക്കാനാ നോക്കിയപ്പോഴത്തേക്കും ഈ അവര് പേടിച്ചു. ഈ പേഴ്സ് എന്നും പറഞ്ഞ് പൊക്കിയെടുത്തപ്പോ ഈ ഇതെന്ത് സാധനമാണ് ഇതും കൊണ്ട് വന്നേക്കണം എന്തിനാന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു സോറി ഏട്ടാ, ഇത് റിസീവ് നമ്മളെ മൈക്കാണ് എന്ന് പറഞ്ഞറിയാതെ പോക്കറ്റില്. അങ്ങനെ അത് ചെറിയൊരു വിഷയമാണ്. അത് സംഭവിച്ചിട്ട് അറിഞ്ഞിട്ടില്ലല്ലേ? അല്ല അവരെല്ലാം കുഴപ്പമില്ല. നമ്മളിപ്പോ ബ്രേക്ക് സമയത്ത് നമ്മൾ ചിലപ്പോ ഊരാറൊന്നും ഇല്ലല്ലോ. അപ്പൊ അവര് നമ്മൾ കവച കൊണ്ടല്ലോ എന്ന് പറയുമ്പോൾ 9 വർഷമായിട്ട് ഇങ്ങനെ ബോഡിയുടെ പാർട്ടായി കുത്തി. അപ്പൊ പ്രേക്ഷകർ നമ്മുടെ ഈ പിറകെ കുത്തിയിരിക്കുന്ന സാധനത്തിന്റെ കാര്യമാണ് പറയുന്നല്ലേ? അല്ല ഇപ്പൊ നമ്മൾ അറിയാതെ വീട്ടിൽ ഇപ്പൊ നമ്മൾ ഈ രാവിലെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 8-9 മണിയാകുമ്പോഴാണ് ഇതെടുത്ത് ഊരി മാറ്റണേ. ഇത് നമ്മൾ വീട്ടിൽ ചെന്നാലും നമ്മൾ ചിലപ്പോൾ പേഴ്സണൽ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ ഇതിങ്ങനെ പൊത്തി പിടിക്കുമല്ലോ. വീട്ടിൽ ചെന്ന് എന്തെങ്കിലും പറയുമ്പോഴും അറിയാതെ ഇവിടെ പൊത്തി പറയുന്നുണ്ട്.